വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് ഓരോ ഗിയറിലുമുള്ള ആക്സിലറേഷൻ കൺട്രോളിങ്ങിനെ കുറിച്ചാണ്. അതായത് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് പലപ്പോഴും ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വാഹനത്തിന്റെ വേഗത അമിതമായിട്ട് കൂടും. ഇനി ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് തീർത്തും വാഹനത്തിന്റെ വേഗത കുറയാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടാനുസരണത്തിന് വാഹനത്തിന്റെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഓരോ ഗിയറിലും നമ്മളുടെ വാഹനം പോകുമ്പോഴുള്ള ആക്സിലറേഷൻ കൺട്രോളിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ വണ്ടി അപകടമില്ലാതെ ഓടിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്ക്. അപ്പം ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, നമ്മളുടെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ആക്സിലറേഷൻ കൺട്രോളിംഗ് നിങ്ങൾക്ക് എങ്ങനെ ഓരോ ഗിയറിലും നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം വാഹനത്തിന് വേഗത കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ പെഡലിൽ നിന്ന്, ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് നമ്മളിത് ഇങ്ങനെ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കരുത്. ഇത് നമ്മൾ സ്മൂത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കാല് ഇങ്ങോട്ട് ഇറക്കി വെക്കുക. അതിനുശേഷമുള്ള ഒരു ആക്സിലറേഷൻ കൺട്രോളിംഗ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് ഇങ്ങനെ കാല് കയറ്റി വെക്കേണ്ട, ഈ ഒരു ലെവലിൽ നിങ്ങളുടെ കാല് ഇരുന്നാൽ മതി. ഓക്കെ, ഇനി ഞാൻ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ആദ്യം വാഹനം എടുക്കുന്ന സമയത്തുള്ള ആക്സിലറേഷൻ കൺട്രോളിംഗ് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഒരു നിരപ്പ് റോഡിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി പതുക്കെ ഒന്ന് അനങ്ങി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ പതുക്കെ ആക്സിലറേഷനും കൂടെ കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വണ്ടി സ്മൂത്തായിട്ട് നീങ്ങാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ ഒന്ന് കാലയച്ച് വണ്ടി അനങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, ഇപ്പം വണ്ടി ഇങ്ങനെ എടുത്തു, ഇപ്പോൾ ഒരു കയറ്റം കയറി നമ്മളുടെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ചവിട്ടി പിടിക്കേണ്ട. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം കയറ്റം കയറിപ്പോകും. എന്നാൽ പല ആൾക്കാരും ചെയ്യുന്നതാണ്, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ അങ്ങ് ഫസ്റ്റ് ഗിയറിൽ കയറ്റമാണ് നമ്മൾ കാണുന്നതെങ്കിൽ കൊടുക്കും, എന്നിട്ട് വല്ലാത്തൊരു ആക്സിലറേഷൻ അങ്ങ് ചവിട്ടി പിടിക്കും. അപ്പം നമുക്ക് സംഭവിക്കുന്നത്, വാഹനത്തിന് വേഗത ഒരു പരിധിക്കപ്പുറം എന്നാണെങ്കിലും ഉണ്ടാവില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു പരിധിക്കപ്പുറം എത്ര ആക്സിലറേഷൻ കൊടുത്താലും വാഹനത്തിന് വേഗത വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കുക. ഇനി നമുക്ക് വേഗത കൂട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് നമ്മളുടെ വാഹനത്തിന് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, അടുത്തൊരു ഗിയറും കൂടി ഇടുക. അതെ, ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വാഹനത്തിന് വേഗത കൂടും. കാരണം എന്താണ്, ഇനി അടുത്തൊരു ഗിയറിലേക്ക് നമ്മളുടെ വാഹനം വന്നു, നിരപ്പ് റോഡായി. അപ്പോൾ നമ്മളുടെ വാഹനത്തിന് വേഗത സ്വാഭാവികമായിട്ട് കൂടും. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വേഗതയ്ക്ക് അളവിൽ വ്യത്യാസവും വരും. അതിൻ്റെ കാര്യം അടുത്തൊരു ഗിയറിലേക്ക് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വേഗത ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു ജംഗ്ഷനിൽ വന്നു, ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാല് വരുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ ഇതേ വണ്ടി എടുക്കുകയാണ്. അതായത് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഓക്കെ, വേഗത കുറച്ചു. ഇനി വേഗത കൂട്ടാനായിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കുറെ കൂടെ ഒരു വേഗത നമ്മളുടെ വാഹനത്തിന് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടണം. തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ്, നല്ല സ്ട്രെയിറ്റ് റോഡിലേക്ക് എത്തുന്ന സമയത്താണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഇവിടെ ആൾക്കാരുടെ തിരക്കുണ്ട്. ഓക്കെ,
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പല സാഹചര്യങ്ങളിലും ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ആൾക്കാർ, പ്രത്യേകിച്ച് റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് വാഹനത്തെക്കുറിച്ച് അത്ര ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പലരും ചെയ്യുന്ന ഒരു രീതിയാണ്, എപ്പോഴും ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒന്ന് സൈഡിലേക്കൊന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങി കൊടുക്കുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നടന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ച് വാഹനത്തിന് ഞാൻ പരിഗണന കൊടുക്കാറുണ്ട്. ഒരാൾ പുറകിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ സൈഡിലേക്ക് ഒതുങ്ങി കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതി നമ്മൾ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിലല്ല, നമ്മൾ യാത്രാ സമയത്ത് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ നൽകുക. ഓൾറെഡി നമ്മൾ സെക്കൻഡ് ഗിയറിൽ ആയതുകൊണ്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ചെറിയൊരു സ്പീഡ് കൊടുത്തതിന് ശേഷം ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത സെക്കൻഡ് ഗിയറിനെ അപേക്ഷിച്ച് തേർഡ് ഗിയറിൽ പോകുന്നത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത നല്ല രീതിയിലുണ്ടാവും. അപ്പം വാഹനത്തിൻ്റെ വേഗത ഇനി ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ആക്സിലറേഷൻ കുറയ്ക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗട്ടറോ കയറ്റോ വരികയാണെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ടോർക്ക് കൂടിയ ഒരു ഗിയറിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇനി വേഗത കൂട്ടണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ക്ലച്ച് പിടിക്കുക, അടുത്തൊരു ഗിയറിലേക്ക് ഇടുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്താൽ വാഹനത്തിൻ്റെ വേഗത നമുക്ക് കൂട്ടാൻ കഴിയും. ഇനി വീണ്ടും വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത കുറയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പം നോക്കുക, തേർഡിൽ നിന്ന് ഞാൻ വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് വീണ്ടും ഇനി ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത നല്ല രീതിയിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ കൊടുക്കുന്ന അത്രയും ഒരു അളവിലുള്ള ഒരു ആക്സിലറേഷൻ ചവിട്ടിയൊന്നും നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ കൊടുക്കുന്നതായിട്ടില്ല. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഓൾറെഡി നമ്മളുടെ വാഹനം കുറച്ച് സ്പീഡിലാണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു കൺട്രോൾ ചെയ്ത് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുക. അതായത് ആവശ്യാനുസരണമുള്ള ആക്സിലറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വേഗത അമിതമായിട്ട് കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തേർഡിലേക്ക് ഇടുന്ന സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? ആക്സിലറേഷൻ്റെ അളവ് വീണ്ടും കൂടുകയാണ് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആക്സിലറേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു കൺട്രോളോട് കൂടി ആക്സിലറേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കുറച്ചധികം സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ കാലിൽ ബാലൻസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ആക്സിലറേഷൻ നമ്മൾ ഓരോ ഗിയറിലും ഇട്ടതിന് ശേഷം എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിന് ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുക. കാല് യൂസ് ചെയ്യുന്ന സമയത്ത് പതുക്കെയുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ ആക്സിലറേഷൻ കൊടുത്താൽ തന്നെ നമ്മളുടെ വാഹനം മൂവ് ആയിക്കോളും. ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് ഓഫായി പോകുമെന്നുള്ള ഒരു പേടി വേണ്ട. മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്സിലറേഷൻ ജസ്റ്റ് കൺട്രോൾ ചെയ്താൽ മതി. അടുത്ത ഓരോ ഗിയർ വരുമ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാടൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ട് മാത്രം ആക്സിലറേഷൻ കൊടുത്താൽ മതി. അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രം കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകി അടുത്തൊരു ആക്സിലറേഷൻ നൽകുക, അടുത്തൊരു ഗിയർ ഇടുക, അതിനുശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനത്തെ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.